പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. യേശുവിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ഇന്ന് ശ്രീഹാകാലത്തിലെ 6ാമത്തെ ഞായറാഴ്ചയാണ്. തിരുസഭ മാതാവ് നമ്മളെ ചിന്തിക്കാൻ നൽകുന്ന തിരുവചന ഭാഗം മത്തായിയുടെ സുവിശേഷം 9ാമത്തെ അധ്യായത്തിലെ 27 മുതൽ 38 വരെയുള്ള തിരുവചനങ്ങളാണ്. മത്തായിയുടെ സുവിശേഷം 8ാമത്തെയും 9ാമത്തെ അധ്യായം ഏകദേശം 10 അത്ഭുതങ്ങളോളം നാം കണ്ടുകൂട്ടാൻ സാധിക്കും. 8ാമത്തെ അധ്യായത്തിൽ നാം കാണുക, കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തുന്നു, ശതാധിപന്റെ ഭൃത്യനെ സുഖപ്പെടുത്തുന്നു, പത്രോസിന്റെ അമ്മായിയമ്മയെ സുഖപ്പെടുത്തുന്നു, പിശാച് ബാധിതനെ സുഖപ്പെടുത്തുന്നു. 9ാമത്തെ അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ തളർവാദ രോഗിയെ സുഖപ്പെടുത്തുന്നു, രക്തസ്രവക്കാരി സ്ത്രീയെയും ജായറോസിന്റെ മകളെയും സുഖപ്പെടുത്തുന്നു. ഒപ്പം ഇന്ന് വായിച്ച് കേൾക്കുന്ന സുവിശേഷത്തിൽ 2 അത്ഭുതങ്ങൾ, അന്ധർക്ക് കാഴ്ച നൽകുന്നതും ഊമനെ സുഖപ്പെടുത്തുന്നതുമായ അങ്ങനെ 10 അത്ഭുതങ്ങളോളം ഈ സുവിശേഷ ഭാഗത്ത് നാം കണ്ടുപിടിക്കാൻ സാധിക്കും. യേശുനാഥന്റെ അടുത്തേക്ക് ഇന്ന് 2 അന്ധന്മാർ വരികയാണ്. ദാവിദിന്റെ പുത്ര, ഞങ്ങളിൽ കനിനമേ എന്ന് യാചിച്ചുകൊണ്ട്. യേശുനാഥൻ അവിടെ ഒന്നും ചെയ്യുന്നില്ല. വീട്ടിലെത്തിയപ്പോൾ യേശുനാഥന്റെ അടുത്തേക്ക് വന്ന അവരോട് നാഥൻ ചോദിക്കുകയാണ്, എനിക്കിത് ചെയ്യാൻ സാധിക്കുമോ എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവോ എന്ന്. പൂവ് എന്ന് അവർ ഉത്തരം പറയുകയാണ്. അവരെ കണ്ണിൽ തൊട്ട് അവർക്ക് കാഴ്ച ശക്തി നൽകുകയാണ്. പ്രിയമുള്ളവരെ, അവർക്ക് പ്രകാശം ലഭിച്ചു, അന്ധത മാറി. ഇന്നത്തെ ലോകത്ത് നമുക്കറിയാം, നമ്മളൊക്കെ കാണുന്നവരാണ്, നമുക്ക് എല്ലാം കാണാൻ സാധിക്കുന്നവരാണ്. ദൈവം കണ്ണുകൾ നൽകി നമ്മെ അനുഗ്രഹിച്ചിട്ടുണ്ട്. എന്നാൽ യഥാർത്ഥത്തിൽ നാം കാണേണ്ട കാഴ്ചകൾ കാണുന്നുണ്ടോ? അല്ലെങ്കിൽ പലതിന്റെയും മുമ്പിൽ നമ്മൾ കണ്ണടച്ചു കളയുന്നവരാണോ? ആത്മീയമായിട്ട് അന്ധത ബാധിച്ചവരാണോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. പലപ്പോഴും നന്മയെ കാണാതെ തിന്മയെ ആശ്ലേഷിക്കുന്ന ആത്മീയ അന്ധത ബാധിച്ചവരായി തീർന്നു പോകാറുണ്ട്. നല്ല കാഴ്ചയുള്ളവരായി, ആത്മീയമായിട്ട് കാണുന്നവരായി, മറ്റുള്ളവരെയും ആത്മീയതയിലേക്ക് നയിക്കുവാൻ, പ്രകാശം നയിക്കുന്ന വ്യക്തികളായി തീരുവാനായിട്ട് നാഥനോട്, കർത്താവെ, ഞങ്ങളുടെ കണ്ണുകളിൽ, ഞങ്ങളുടെ ഹൃദയങ്ങളിൽ സ്പർശിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. രണ്ടാമതായിട്ട്, ജനങ്ങൾ ഊമനായ വ്യക്തിയെ യേശുവിന്റെ അടുത്തേക്ക് കൊണ്ടുവരികയാണ്. പിശാച് ബാധിതനായ അവനിൽ യേശുനാഥൻ സ്പർശിച്ചപ്പോൾ അവനുള്ള പിശാച് പുറത്തിറങ്ങിപ്പോയി, അവൻ സംസാരിക്കാൻ തുടങ്ങി. ഇതുപോലെ നമ്മുടെ ജീവിതത്തിലും ഊമരായ പല വ്യക്തികളെയും കണ്ടുമുട്ടാൻ സാധിക്കും. അവരെയൊക്കെ യേശുവിന്റെ അടുത്തേക്ക് കൊണ്ടുവരാൻ നമുക്ക് സാധിക്കണം. നമുക്ക് അവർക്കൊരു മാധ്യസ്ഥം വഹിക്കാൻ സാധിക്കണം. ഒരു പക്ഷേ നമ്മുടെ ഭാര്യയാകാം, ഭർത്താവാകാം, നമ്മുടെ മക്കളാകാം, അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുമുള്ളവരാകാം. അവരെയൊക്കെ യേശുവിലേക്ക് കൊണ്ടുവരുവാനും അവനുള്ള തിന്മയുടെ സാത്താന്റെ ശക്തികളെ ഇറക്കി വിടുവാനും അവരെ നന്മയിലേക്ക് നയിക്കുവാനും നമുക്ക് ശ്രമിക്കാം. ഊമൻ അന്ധത, അദ്ദേഹത്തിന്റെ ഊമത കാര്യം മാറിയപ്പോൾ സംസാരിക്കാൻ തുടങ്ങി. നമ്മിലുള്ള ആ തിന്മ, അന്ധകാര ശക്തികൾ മാറിപ്പോകുമ്പോൾ നമുക്ക് നല്ലത് സംസാരിക്കാനും നല്ലത് പ്രവർത്തിക്കാനും വേണ്ട കൃപ നൽകുവാൻ നാഥനോട് പ്രാർത്ഥിക്കാം. യേശുനാഥൻ രോഗികളെയും വ്യാധികൾ അകപ്പെട്ടവരെയും ഒക്കെ സൗഖ്യം നൽകി അനുഗ്രഹിച്ചു കഴിഞ്ഞപ്പോൾ യേശുനാഥൻ അവരോട് അനുകമ്പ തോന്നുകയാണ്. കാരണം അവരെ നയിക്കാൻ ആരും ഇല്ലാത്തതുപോലെ, ഇടയിലില്ലാത്ത ആളുകളെ പോലെയായിരുന്നു അവർ. ഇന്ന് നാം ജീവിക്കുന്ന കാലഘട്ടത്തിൽ നല്ല ഇടയന്മാരില്ലാത്തൊരവസ്ഥയുണ്ടോ? യേശുനാഥൻ ശിഷ്യന്മാരെ നോക്കി പറയുകയാണ്, വിളവധികം വേലക്കാർ ചുരുക്കം, അതിനാൽ തന്റെ വിളഭൂമിയിലേക്ക് വേലക്കാർ അയക്കാൻ വിളവിന്റെ നാഥനോട് പ്രാർത്ഥിക്കുവിനെന്ന്. വിളവധികമാണ്, വേലക്കാർ ചുരുക്കമാണ്. നല്ല വേലക്കാർ വേണം. നല്ല വേലക്കാരുണ്ടാകണമെങ്കിൽ നല്ല കുടുംബങ്ങൾ വേണം. നല്ല കുടുംബങ്ങൾ ഉണ്ടാകാൻ നല്ല മാതാപിതാക്കന്മാർ വേണം. നല്ല മാതാപിതാക്കന്മാർ നല്ല മക്കൾക്ക് ജന്മം കൊടുക്കുവാനും നന്മയിലേക്ക് നയിക്കുവാനും അങ്ങനെ സഭയെ നയിക്കുന്ന അല്ലെങ്കിൽ സമൂഹത്തെ നയിക്കുന്ന നല്ല വ്യക്തികൾ ഉണ്ടാകാൻ പ്രാർത്ഥിക്കാം. സമൂഹത്തിൽ നല്ല നല്ല വ്യക്തികളുണ്ട് എങ്കിൽ നമ്മുടെ നാട് നന്നാവും, വീട് നന്നാവും, രാജ്യം നന്നാവും, ലോകം തന്നെ നന്നാവും. അതുകൊണ്ട് നല്ല നല്ല ആളുകൾ ഈ രാജ്യത്തെയും ഈ ലോകത്തെയും നാടിനെയും വീടിനെയും സഭയിലേക്ക് നയിക്കുവാൻ കൃപയുള്ള കഴിവുള്ള വ്യക്തികളെ വാർത്തെടുക്കുവാൻ കർത്താവെ അങ്ങനെ പരിശുദ്ധാത്മാവിനെ അയക്കണമേ എന്നും നല്ല ഇടയന്മാരായി വർത്തിക്കുവാൻ, നല്ല മാതൃ നൽകുന്ന വ്യക്തിത്വമുള്ള
വ്യക്തികളായി ജീവിക്കുവാൻ ഞങ്ങൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കാം. വിശ്വനാഥൻ നമ്മെ എല്ലാവരെയും ആശീർവദിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ആമേൻ.